ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലാണോ അതോ ചെന്നിത്തലയാണോ, രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ? പക്ഷേ സാധാരണക്കാരായ ജനങ്ങളൊക്കെ വോട്ട് രേഖപ്പെടുത്തിയത് VD സതീശൻ്റെ നേതൃത്വ പാഠവും കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റു ഇതര പാർട്ടികൾ ഉള്ള ആളുകൾ പോലും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പേരാണ് VD സതീശൻ. ആ നേതൃത്വ പാഠവത്തെ വളരെയധികം അംഗീകരിക്കുന്നു. നമുക്ക് ഈ ചോദ്യവുമായി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന തോമസ് ആൻ്റണി ചേട്ടനോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. എനിക്ക് പറയാനുള്ളത്, ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തിളക്കമാർന്ന UDFനെ സംബന്ധിച്ചിടത്തോളം UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വളരെ പിന്നോക്കം, വെറും 41 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDFനെ 102 സീറ്റിലേക്ക് ഉയർത്തിയ, കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFനെ വിജയിപ്പിച്ച, ഇടതുപക്ഷത്തിൻ്റെ അഴിമതിക്കും അനീതിക്കുമെതിരെ പോരാടിയ, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത, അഴിമതി ഇല്ലാതെ ഒരു സംശുദ്ധമായ ഭരണം കേരള ജനത, സാധാരണക്കാരും പാവപ്പെട്ടവരും അഴിമതിക്കെതിരെ പോരാടുന്ന എല്ലാ വിഭാഗം ജനങ്ങളും, കേരളത്തിൻ്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന VD സതീശൻ അധികാരത്തിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായൊരു വീക്ഷണമുണ്ട്. അടുത്ത 50 വർഷം അല്ലെങ്കിൽ അടുത്ത 100 വർഷം കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ കൃത്യമായ വ്യക്തമായ ഒരു അറിവും പ്രാപ്തിയും പരിചയവുമുള്ള, സാമ്പത്തിക രംഗത്തും വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളത്തെ പടുത്തുയർത്താൻ ശക്തമായ ആശയങ്ങളും നേതൃപാഠവുമുള്ള ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതാണ് കേരളത്തിനും കേരളത്തിൻ്റെ ജനങ്ങൾക്കും ഗുണകരമാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.